ഒരു ലോക നേതാവായിട്ട് തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുമ്പോട്ട് പോകുന്നത്. അതെ, ഇറാനും അമേരിക്കയുമായിട്ടുള്ള പ്രശ്നത്തിൽ ഇപ്പോൾ ഇറാൻ പ്രസിഡൻറ്റുമായിട്ട് പ്രധാനമന്ത്രി സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ഒരു ഫലം ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം സംസാരിച്ചത് നരേന്ദ്രമോദിയാണ്. മോദിയുമായിട്ട് അവർ സംസാരിക്കാനും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായിരിക്കാം ഇനി സംഭവിക്കാൻ പോകുന്നത്? അല്ല, നല്ല ശുഭവാർത്തയാണ്. ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു ലോക നേതാവായി ഭാരത പ്രധാനമന്ത്രി വളർന്നിരിക്കുന്നു. അത് ഭാരതത്തിലുള്ള ഓരോ ഭാരതീയനും അഭിമാനിക്കേണ്ട കാര്യമാണ്. ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തെ ആക്ഷേപിച്ച രാജ്യങ്ങൾ, ഐക്യരാഷ്ട്രസഭയിൽ 3 മിനിറ്റ് പോലും സംസാരിക്കുവാൻ കൊടുക്കാത്ത ഇരുന്ന രാജ്യങ്ങൾ ഇന്ന് ലോക ഗുരുസ്ഥാനീയ പട്ടികയിൽ ഭാരതത്തെ വാഴ്ത്തുന്നു. അതിനൊരു ഉദാഹരണമാണ് മുൻ ബ്രിട്ടൻ പ്രധാനമന്ത്രി ഋഷി സുനക് പറഞ്ഞത്. ഭാരതം അന്ന് 7 വർഷത്തിന് മുമ്പ് ഋഷി പറഞ്ഞു, താമസിയാതെ തന്നെ ലോകത്തിൻ്റെ നിയന്ത്രണം ഭാരതത്തിൻ്റെ കയ്യിൽ വരുമെന്ന് പറഞ്ഞ ഏക ലോക നേതാവാണ് ബ്രിട്ടൻ പ്രധാനമന്ത്രി ഋഷി സുനക്. അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. പറയുവാൻ കാര്യം, അന്നം കൊടുക്കുന്നവനെ മറക്കില്ല എന്നൊരു ചൊല്ലുണ്ട്. ഈ ഇറാന് ആവശ്യമുള്ള ബസുമതി അരിയും പച്ചക്കറികളും മറ്റ് മാംസ സാധനങ്ങളും ഗോട്ടുമെല്ലാം ഇവിടുന്ന് പോകുന്നത് നമ്മുടെ കൊച്ചി തുറമുഖവും മുണ്ടറ പോർട്ടിൽ നിന്നും ബോംബെയിൽ നിന്നൊക്കെയാണ്. അപ്പോൾ അവിടെ യുദ്ധങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ ഭക്ഷ്യസാധനം ലഭ്യതയില്ല. അപ്പോൾ അത്തരം ഇപ്പം തന്നെ 2 ലക്ഷം മെട്രിക് ടൺ ആഹാരവുമായിട്ടാണ് ഇറാൻ കപ്പലുകളിൽ നിന്ന് ബോംബെയിൽ നിന്ന് നേരത്തെ, അവിടെ ഒരു യുദ്ധം ഉണ്ടാകും എന്ന് നേരത്തെ അറിയാം, ഭക്ഷ്യസാധനം കരുതിയിരുന്നു പരമോന്നത നേതാവായ അയത്തുള്ള ഖൊമൈനി. ഇന്ത്യയാണത് സംഭാവന ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇസ്രായേലുമായിട്ടുള്ള അടുപ്പം ഇന്ത്യക്കുണ്ട് എന്നും അയത്തുള്ള ഖൊമൈനിക്കും ഇപ്പോഴത്തെ ഭരണാധികാരിക്കും എല്ലാം അറിയാം. എന്നിരുന്നാലും മറ്റു UPA ഗവൺമെൻറ് ഇരിക്കുന്നതിനേക്കാളും ഒരു അഭേദ്യമായ ബന്ധം ഇറാൻ നരേന്ദ്രമോദിയുമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അത് വാണിജ്യ ബന്ധമാകാം, എണ്ണകൾ കൊടുക്കുന്നതിൻ്റെ ബന്ധമാവാം. ഇന്ത്യക്ക് ആവശ്യത്തിലധികം എണ്ണ തരുന്നത് ഇറാനാണ്. അതുകൊണ്ടാണ് റഷ്യയിൽ നിന്ന് പുടിൻ എണ്ണ തരാമെന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു പണക്കം അയത്തുള്ള ഖൊമൈനിക്കും പാർട്ടിക്കും വന്നപ്പോൾ അത് തിരുത്തുവാൻ നമ്മൾ ഭക്ഷ്യസാധനം അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ പണക്കം തീർന്നു. അപ്പം നമ്മൾ തന്നെ വീട്ടിലൊരു നായി വളർത്തുന്നു. നമ്മൾ നല്ല സ്നേഹത്തിൽ പെരുമാറി ആഹാരം കൊടുത്ത് വരുമ്പോൾ നമ്മളൊരു 5 മണിക്കൂർ മാറി നിൽക്കുമ്പോൾ ആ നായ്ക്കൊരു വൈബ്രേഷനും അപ്രാളമാണ്. തിരിഞ്ഞ് കയറി വരുമ്പോൾ നമ്മുടെ അതുപോലത്തെ അതിനേക്കാളും അപ്പുറത്തെ ഒരു മനുഷ്യ സ്നേഹവും മാനവികതയാണ് ഇറാൻ ഭാരതത്തോട് കാണിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 4 വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിൻ്റെ എണ്ണപ്പാടങ്ങൾ ഇറാൻ തീയിട്ടപ്പോൾ, ബോംബ് വർഷിച്ചപ്പോൾ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയും ഇടപെട്ടു, ആ പ്രശ്നം തീർത്തു. അപ്പോൾ ഇന്ത്യ പറഞ്ഞാൽ ഇറാൻ കേൾക്കും. അപ്പോൾ ഇപ്പോഴത്തെ ആഗോള പശ്ചിമേഷ്യൻ യുദ്ധ സംവിധാനം വന്നപ്പോൾ ചില നയതന്ത്രജ്ഞ ബന്ധങ്ങളിൽ ഭാരതം ഇടപെടുന്നത് അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ കാര്യം, എന്നും യുദ്ധങ്ങൾ ഉണ്ടാക്കി അമേരിക്കയ്ക്ക് യുദ്ധക്കൊതിയനായിരിക്കുന്ന ലോക പോലീസ് ചമയുന്ന അമേരിക്കയെ ഇന്ത്യയോട് അടുത്തുകൊണ്ടിരുന്നത്, ഇടയ്ക്ക് വിള്ളൽ വന്നത് ഇറാനുമായിട്ട് അടുത്തതിൻ്റെ ഒരു ദേഷ്യമായിരുന്നു ട്രംപ് കാണിച്ചത്. ഈ ഉപരോധനം വെറും ഉപരോധനമല്ല, ചില അവരുടെ ഇഷ്ടപ്പെടാത്ത രാജ്യങ്ങളുമായിട്ട് സഹകരിക്കുന്നുണ്ട് ഉള്ളതുകൊണ്ടാണ് ഇറാൻ ഭാരതത്തിന് ഉപരോധം ഏർപ്പെടുത്തിയത്. അതിൻ്റെ ഡബിൾ മടങ്ങ് നയതന്ത്രജ്ഞ ബന്ധം നരേന്ദ്രമോദി യൂറോപ്യൻ യൂണിയനിൽ 46 രാജ്യങ്ങളൊരു ഐക്യമുണ്ടാക്കിയപ്പോൾ അമേരിക്കൻ വസ്തുക്കൾ യൂറോപ്യൻ യൂണിയൻ ഇമ്പോർട്ട് ചെയ്യാതെ വന്നപ്പോൾ ഒരു വ്യവസായിയും കൂടിയാണല്ലോ ട്രംപ്. അതുകൊണ്ടാണ് ഈ ചുങ്കം പിൻവലിപ്പിലേക്ക് ട്രംപ് എത്തിയത്. അപ്പോൾ ഇത് ഭാരതം ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഒരു നയതന്ത്രജ്ഞ രാജ്യമായി, സമാധാന രാജ്യമായി ഭാരതം മാറി എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ കിരീടത്തിലെ ഒരു പൊൻതൂവലാണ്. അത് ഇവിടുത്തെ ചില രാഷ്ട്രീയ കക്ഷികൾക്ക് പിടിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇന്ത്യയിലെ നമ്മുടെ സൗദി കിരീടാവകാശികളെല്ലാം
ഒരു 6 മാസം കഴിയുമ്പോൾ ഡൽഹിയിൽ വന്ന് മോഡിജിയെ കണ്ടിട്ട് പോണത്? സൗദി എന്ന് പറയുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന UAE, ഷാർജ, ബഹ്റൻ, ദഹ്റാൻ, ദുബായ്, അബുദാബി, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങൾ വളരുന്നത് ഇറാൻ ഇഷ്ടപ്പെടുന്നില്ല. ഈ സൗദി കിരീടാവകാശിയും ദുബായ് രാജാവും ഷേഖുമായിട്ടുള്ള ഇന്ത്യക്ക് നല്ല ബന്ധമാണെന്ന് ഇറാൻ അറിയാം. ഇറാനിലെ പല സുഹൃത്തുക്കളും ദുബായിൽ നിന്ന് വിളിച്ചപ്പോൾ അവിടെ ബോംബിട്ടിട്ടില്ല. ദുബായിൽ ഇടുന്ന ഷെല്ലിൻ്റെ അവശിഷ്ടങ്ങൾ വന്ന ഫ്ലാറ്റുകൾ വിഴുന്നാണ് പരിക്കുകൾ വരുന്നത്. പക്ഷേ ഇന്ത്യ തുടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അറബി പത്രങ്ങളിൽ UAE മേഖലകളിലേക്ക് യുദ്ധം വരരുതെന്ന് മോഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിടയ്ക്ക് ചെവിക്ക് ചെവി ഇവിടെ അറിഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി UAE രാജ്യ കിരീടധാരികളുമായിട്ട് സംസാരിച്ചു. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി സംഭവിച്ച വിദേശകാര്യമന്ത്രി ജയശങ്കർ നമ്മുടെ ഇറാൻ വിദേശകാര്യമന്ത്രിയും ഇറാൻ്റെ പ്രസിഡൻറ്റിനെയും വിളിച്ച് ഫോണിൽ സംസാരിച്ചപ്പോൾ ആലോചിച്ച് നോക്കണം, 35 ലക്ഷം ടൺ മെട്രിക് ടൺ ക്രൂഡ് ഓയിലാണ് ഹോർമോസ് തുറമുഖം തുറന്നു കൊടുത്തുകൊണ്ട് ഇന്ത്യയിലേക്ക് വരുന്നത്. ഇത് പണ്ട് നമുക്കറിയാം, ഒരു യുദ്ധം നടക്കുമ്പോൾ നമുക്ക് എണ്ണയില്ലാതെ ഇവിടെ ജീവിക്കാൻ ഒക്കില്ല. എണ്ണകൾ വരുന്നതെല്ലാം റഷ്യ, ഇറാൻ, ഇറാഖ്, UAE, കുവൈറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. പണ്ട് യുദ്ധം നടന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാനുമായിട്ട് യുദ്ധം നടന്നിരുന്നു. അപ്പോഴൊക്കെ നിർത്തിവെച്ചിരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു നയതന്ത്ര ബന്ധം പ്രധാനമന്ത്രിയും ജയശങ്കറിനെ കൊണ്ട് വിളിപ്പിക്കുകയും വേറെ ഒരു രാജ്യത്ത് 28 ഇന്ത്യൻ കപ്പലാണ് എണ്ണ ഫില്ല് ചെയ്തിട്ട് ഹോർമസ് തുറമുഖത്ത് കിടക്കുന്നത്. അപ്പം ഏത് അമേരിക്കൻ ഐക്യനാടുകളിലുള്ള പനാമ കടലെടുക്ക് വഴി ഏഷ്യൻ രാജ്യത്ത് വരണമെങ്കിൽ ഈ ഹോർമസ് തുറമുഖം തുറന്നാൽ മാത്രമേ ഏഷ്യൻ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ലോകരാജ്യത്തെ ചരക്ക് ഗതാഗതത്തിന് ഉപയോഗിക്കാനൊക്കുള്ളൂ. അതിന്ന് തുറന്നിരിക്കുന്നത് ഏക ഇന്ത്യയുടെ 2 കപ്പൽക്കാണ്. ഒന്ന്, അതിനുപരി വിശേഷിച്ച് ഇറാൻ്റെ 2 കപ്പൽ ഭാരതത്തിലായിപ്പോയി. ഈ കപ്പൽ തിരിച്ചു പോകുകയാണെങ്കിൽ ഇസ്രായേൽ ബോംബ് വർഷിക്കും. അതിനകത്ത് വളരെ വിലപിടിപ്പുള്ള യുറേനിയം, തോറിയം തുടങ്ങിയ ധാതുക്കളാണ്. അപ്പോൾ എത്രയോ വർഷത്തെ ഇറാൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെതാണ് ഈ 2 കപ്പലും. ഇന്ന് നമ്മുടെ സ്ഥലത്തെ കൊച്ചിയിലാണ് ഒരു കപ്പൽ നങ്കൂരമിട്ടിക്കുന്നത്. എന്തെങ്കിലും ഒരു അമുക്കൽ സെറ്റിൽമെൻറ്റ് വന്നതിന് ശേഷം ഇവിടുന്ന് തിരിക്കാമെന്ന് പറഞ്ഞ് ഇന്ത്യ അഭയം കൊടുത്തിരിക്കുന്നു. വേറൊരു കപ്പൽ മുണ്ടറ തുറമുഖത്ത് കിടക്കുന്നു. അപ്പം നല്ല ബന്ധം ഇസ്രായേലുമായിട്ട് ഇന്ത്യക്ക് ഭാരതത്തിനുണ്ടെങ്കിൽ തന്നെയും അതേ ബന്ധം ഇറാനുമായിട്ട് ഭാരതത്തിനുണ്ട്. അതാണ് ഭാരതത്തിൻ്റെ ഒരു ശക്തി. അവർ തമ്മിൽ ശത്രുക്കളാണ് എങ്കിൽ ഭാരതം ശത്രുക്കളല്ല. 2 രാജ്യം, അതായത് സാധന കയറ്റുമതിയിലായാലും ശാസ്ത്ര സാങ്കേതിക രംഗം ഇസ്രായേലിൻ്റെത് ഇന്ത്യക്ക് ആവശ്യമാണ്. ഇന്ന് ISRO ഉപയോഗിക്കുന്ന മെയിൻ ശാസ്ത്ര സാങ്കേതിക ഇസ്രായേലിൻ്റെ സംവിധാനമാണ്. അപ്പോൾ ഇത്തരത്തിലൊരു നയതന്ത്ര ബന്ധം എടുക്കുവാൻ ഫോർമർ പ്രധാനമന്ത്രിമാർ ശ്രീമതി ഗാന്ധിക്കോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോ അതുപോലെ തന്നെ നരസിംഹ റാവുജിക്കോ മൻമോഹൻ സിംഗിനോ കഴിയാത്ത ഒരു വിദേശ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുവാൻ ഭാരത പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോഡിക്ക് കഴിഞ്ഞു. അത് ഭാരതത്തിൻ്റെ 145 കോടി വരുന്ന ജനങ്ങളുടെ അഭിമാനമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.